ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കണ്ടല്ലോ അല്ലേ, പ്രവാസികളുടെ കുറച്ച് കാര്യങ്ങളാണ്. പ്രവാസികളുടെ ഭാര്യമാർ, അതായത് പ്രവാസികളുടെ ഭാര്യമാരെന്ന് പറയുമ്പം അതൊരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണല്ലേ. അതായത് ഒന്നെങ്കിൽ കുഞ്ഞുങ്ങളും അമ്മയും നാട്ടിൽ, ഹസ്ബൻഡ് അവിടെ. ചിലവർ ഒരുമിച്ച് ഫാമിലി ആയിട്ട് എബ്രോഡിൽ താമസിക്കുന്നവരുണ്ട്. അവർ ഭാഗ്യവാന്മാരെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിൻ്റെ കുറേയൊക്കെ എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് പുറത്തുനിന്ന് ഒരാളും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് പ്രവാസി ആയതുകൊണ്ട് എനിക്ക് ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുമിച്ച് ഫാമിലി ആയിട്ട് എബ്രോഡ് താമസിക്കാൻ. ഞാൻ കുറേ നാൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എബ്രോഡൊക്കെ. എന്നാലും നമുക്ക് അത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഈ പ്രവാസി ഭാര്യമാരുടെ കാര്യം ഭയങ്കര കഷ്ടമുള്ളൊരു ലൈഫാണ് കേട്ടോ. അതായത് ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി മെഡിറ്റേഷൻ ഹാർഡ്ലി പ്രാക്ടീസ് ചെയ്ത് എനിക്കൊരു ചേഞ്ച് വേണം എന്നുള്ളത് ഉറപ്പിച്ചിട്ട് അത് നേടിയെടുത്ത ഒരാളാണ് ഞാൻ. ആ ഒരു ചേഞ്ച് എനിക്കും എൻ്റെ ലൈഫിലും എല്ലാം. കാരണം എൻ്റെ ഒരു ലൈഫ് ഒരു സമയത്ത് ഒരു അട്ടർ ഫെയിലിയറായിട്ട് മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഹസ്ബൻഡ് പ്രവാസിയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു മാസം 1-2 മാസമൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് 2 months എന്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ലവ് മാരേജ് കൂടെ ആയിരുന്നു. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ കാത്തിരുന്ന് ഉള്ളൊരു കല്യാണം അല്ലേ. ലവ് മാരേജ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് 2 monthsന് ശേഷം ഗൾഫിലേക്ക് പോകുന്നു. അപ്പം ഏറ്റവും വലിയൊരു ഹാർട്ട് ബ്രേക്ക് ആണതല്ലേ. അപ്പം ഞാൻ ആ സമയത്ത് 2-3 മാസം അങ്ങനെ തോന്നുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റായി. നമ്മൾ പ്ലാൻഡ് പ്രഗ്നൻസി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പുറത്താണ്. നമുക്കപ്പോൾ നമ്മൾ ഡെലിവറി സമയത്തൊക്കെ ഏതൊരു പെണ്ണിൻ്റെ ആഗ്രഹം അവളുടെ ഹസ്ബൻഡ് കൂടെ വേണം എന്നുള്ളത് തന്നെയായിരുന്നു, ആയിരിക്കും അല്ലേ. പക്ഷേ എൻ്റെ ഒരു ഡെലിവറി ടൈമിലൊന്നും എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇല്ലായിരുന്നു. ആൻഡ് നമുക്ക് ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക് എൻ്റെ ഹസ്ബൻഡ് ഡെലിവറി ടൈമിൽ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പേരടിയിൽ ചടങ്ങ് അങ്ങനെയുള്ള കുറേ ചടങ്ങുകളിലൊന്നും ഇല്ല. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമുള്ള നേരത്തൊന്നും നമ്മുടെ കൂടെ കാണത്തില്ല. അതായത് നമ്മളെപ്പോഴും, പക്ഷേ അതൊക്കെ നമുക്കൊരു മെൻ്റൽ ട്രോമയായിട്ട് നമുക്ക് ഭയങ്കര വിഷമങ്ങളാണ്. ഈ വിഷമങ്ങളെല്ലാം കൂടി കിടന്ന് അവസാനം ഭയങ്കര പ്രശ്നമാണ് അല്ലേ. അതായത് ഈ പ്രവാസികൾ അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ജോലിയുണ്ട്. അപ്പോൾ ഒരു ഫ്രീ ആവുന്നൊരു സമയത്തായിരിക്കും വിളിക്കുന്നത്. ആ ഒരു കോളിന് വേണ്ടി ആയിരിക്കും ഭാര്യമാർ നാട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ അവർക്ക് ടെൻഷനാവും, ദേഷ്യമാവും, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കവിടെ അത്യാവശ്യം ജോലി സ്ഥലത്താണെങ്കിലും സംസാരിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതാണ് ആണുങ്ങളുടെ ഒരു രീതി. അങ്ങനെയാണ് രീതി എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അതായത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലെന്നല്ല, അവരുടെ ലൈഫ് അവരെ ചുറ്റിപ്പറ്റി എപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നത്. ജോലി സ്ഥലമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർ താമസിക്കുന്ന റൂമാണെന്നുണ്ടെങ്കിലും അവരെ ചുറ്റിപ്പറ്റി കുറച്ച് ആളുകളുണ്ടാകും. അറ്റ്ലീസ്റ്റ് സംസാരിക്കാനെങ്കിലുമൊക്കെ പറ്റും. ഭാര്യമാരെന്ന് പറയുന്ന നാട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. അവർക്ക് മിണ്ടാൻ പോലും ആരുമില്ല. ഈവൻ ഇപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് പ്രവാസിയാണെന്നുണ്ടെങ്കിൽ അവളെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു പ്രവാസിയുടെ ആ ഹസ്ബൻഡിൻ്റെ കോളിന് വേണ്ടിയായിരിക്കും അല്ലേ. അതൊന്ന് വിളിക്കാൻ ലേറ്റ് ആയാലോ, അല്ലെങ്കിൽ ആ കോള് ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വെക്കുകയൊക്കെ ആണെങ്കിൽ അവളുടെ വിഷമത്തിൻ്റെ ആ ഒരു ഹാർഡ്നെസ് കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഒരു ഫംഗ്ഷനും നാട്ടിൽ വയ്ക്കുന്ന ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ഓണം, ക്രിസ്മസ് എന്തായിക്കോട്ടെ, ഇതിലൊന്നും എത്ര വലിയ ഫംഗ്ഷനാണെന്ന് പറഞ്ഞാൽ പോലും അവൾ ഒരിക്കലും 100% ഹാപ്പി ആയിരിക്കത്തില്ല. അങ്ങനെയായിരിക്കും ആ ഒരു ഭാര്യയുടെ മാനസികാവസ്ഥ. പിന്നെ മക്കളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു വിഷമത്തെ കടിച്ചമർത്താനുള്ള അതൊക്കെ ആ ഒരു മക്കളോടെയാണ് പിന്നെ അവളങ്ങ് ജീവിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ ഉപരി വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഭർത്താവ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവളുടെ കാര്യങ്ങളും അവളുടെ ജീവിതവും ബാക്കിയുള്ളവരെയൊക്കെ എന്തോ നോക്കാനായിട്ടും അവളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ടൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചതുപോലെയാണ് ചില ആൾക്കാരുടെയൊക്കെ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ. അതായത് ഒന്നാമത് ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഒരു തീരുമാനം, ഒരു ധൈര്യം കാണില്ല ഒന്നിലും. ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കേണ്ടി വരും. അതാണ് കറക്റ്റായിട്ടുള്ളൊരു വാക്ക് കേട്ടോ. കാരണം അവൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല. അവളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും. നീ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, അത് മതി, ഇത് മതി. ഇവൻ എന്ത് കഴിക്കണമെന്ന് പറയുന്നതിന് പോലും ചിലപ്പോൾ ആളുണ്ടാവും.
അത്രയ്ക്ക് ഫ്രീഡം ഇല്ലാതെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പ്രവാസികളുടെ ഭാര്യമാർ. ഓക്കെ, ഇനി അവൾക്ക് ഇനിയിപ്പം അവൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നിരിക്കട്ടെ, സ്വന്തമായിട്ട് ചിലപ്പം കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കഴിഞ്ഞിട്ട് അവൾ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടൊന്ന് ഫ്രീ ആയി ഒന്ന് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി ചിലപ്പം ഒരു വീടൊക്കെ വെച്ച് മാറുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവൾ സ്വന്തമായിട്ട് അവളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തയായി എന്ന് തന്നെ വിചാരിക്കട്ടെ. അവളെക്കുറിച്ച് പിന്നെ പറയാനായിട്ട്, അതായത് ഒന്ന് പുറത്തിറങ്ങിയാൽ അവളിത് പുറത്ത് പോകുന്നുണ്ട്, അവൾ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, അതിനെ വേറെ രീതിയിലാക്കി എടുക്കും. അതാണ് അവൾക്കോ അവളുടെ ഹസ്ബൻഡിനോ ഇല്ലാത്ത വിഷമങ്ങളാണ് ഈ പരദൂഷണ കമ്മിറ്റിക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അത് ചിലപ്പോൾ ഈ നാട്ടുകാർ തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ, കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയും പറഞ്ഞൊപ്പിക്കാം. അതായത് അങ്ങോട്ട് നീങ്ങിയാലും ഇങ്ങോട്ട് നീങ്ങിയാലും എവിടെ തിരിഞ്ഞാലും കുറ്റങ്ങളും കുറവുകളും മാത്രമായിരിക്കും. അത് മാത്രമല്ല, നേരിട്ട് മുഖത്ത് നോക്കി ഭരിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണവും ചില്ലറയൊന്നും അല്ല. അപ്പം ഫസ്റ്റ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം പേടിച്ച് ഇങ്ങനെ കുറേയൊക്കെ നിൽക്കുന്ന ഒരു സ്ത്രീകൾ കാണും. അവസാനം സഹികെട്ട് ഇതിനൊക്കെതിരെ റിയാക്ട് ചെയ്യുന്ന ഒരു ഭാവവും കാണും. പക്ഷെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിന് മാത്രമേ കുഴപ്പം കാണുകയുള്ളൂ. പിന്നെ ഈ ഇപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളും ടെൻഷനൊക്കെ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ഉടനെ ചോദ്യം, നീ എന്തിനാ അവനോട് വിളിച്ച് പറഞ്ഞത്, ഗൾഫിൽ കിടക്കുന്നവനോട് എന്തിനാ ഇതൊക്കെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വേറെ. അപ്പം എനിക്ക് മനസ്സിലാകാത്തത്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നവും ടെൻഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോടല്ലാതെ വേറെ ആരോടാണ് ഇതൊക്കെ വിളിച്ച് പറയുക, അല്ലേ? സ്വന്തം വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും, നീ അഡ്ജസ്റ്റ് ചെയ്യണം, ഇതൊക്കെയാണ് ലൈഫ്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, ഇതൊക്കെയാണ് ലൈഫ്, നിനക്കറിയില്ല കുറച്ച് ദേഷ്യമൊക്കെ ഉള്ളതാണ്, ഇത് നീക്ക് വിട്ട് കളയണം. ആ ഒരു രീതിയിലായിരിക്കും മിക്ക പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് പറയുക. എന്ന് വെച്ചാൽ ഇവളുടെ സിറ്റുവേഷൻ എന്താണെന്നോ ഇവിടെ എന്തിലൂടെ പോകുന്നതെന്നോ ഒരാൾക്കും മനസ്സിലാവില്ല. ഒരു പക്ഷേ ഈ ഒരു പ്രവാസിയുടെ വൈഫ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ ആ ഒരു ലൈഫിലൂടെ പോകുന്നവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാകാനും റിലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അത് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട് പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട് നടക്കുന്ന, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ പോകുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ഒരു പ്രവാസികളുടെ ഭാര്യമാർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അവരോടായിട്ടാണ് പറയാനുള്ളത്, ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഡൗൺ ആണ്, നമ്മളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട്, നിങ്ങളൊരു പ്രവാസിയുടെ ഭാര്യയാണെന്ന് തന്നെ വിചാരിക്കട്ടെ, നിങ്ങളെ ആരെങ്കിലും വന്ന് വല്ലതും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാനും ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ചെയ്യും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറ്റവും പരദൂഷണവും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരോട് തിരിച്ച് മറുപടി പറയേണ്ട രീതിയിൽ അങ്ങ് പറഞ്ഞോളുക. എല്ലാം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ അതിനേ നേരം കാണുകയുള്ളൂ. അവർക്കൊക്കെ അത്രയ്ക്ക് വിഷമമാണെങ്കിൽ എങ്കിൽ അവരോട് ഇനി വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരാൻ പറയുക, അല്ലേ? അല്ലാതെ എന്താ ചെയ്യുന്നത്? ഇവരെ കൊണ്ടൊക്കെ വെറുതെ ഇരുന്ന് പറയാനേ പറ്റുള്ളൂ. അതായത് നമ്മുടെ ലൈഫും നമ്മുടെ കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇവർക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇവർക്കൊക്കെ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ. അവർ എന്ത് കണ്ടല്ലേ, ആരെയാണ് കിട്ടുന്നത് എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ എന്ന് നോക്കിയിരിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവരെ അങ്ങനെ കണ്ടുവച്ചാൽ മതി. അപ്പം ഓവറായിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഓവറായിട്ട് ഇറിറ്റേറ്റഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, അല്ലേ? നമ്മളായിട്ട് അങ്ങോട്ട് ഒരാളുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒരാളുടെയും ഒരു വ്യക്തിയുടെയും കാര്യങ്ങളിൽ ഇടപെടാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവനവൻ്റെ കാര്യം നോക്കി നിന്ന് നമ്മുടെ ലൈഫ് നോക്കി നമ്മളെ കെയർ ചെയ്ത് നമ്മളെ പാമ്പർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ പോയിട്ട് നമ്മളെ അതിന് കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇതാക്കിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് തീർച്ചയായിട്ടും മറുപടി പറയാം, ഒരു കുഴപ്പമില്ല. കാരണം ഇവരാരുമല്ല നമ്മുടെ വീട്ടിലെ ചിലവിനെ കൊണ്ട് തരുന്നത്, അല്ലേ? എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം ഇവരുടെയൊക്കെ വർത്തമാനവും ഇവരുടെയൊക്കെ പറച്ചിലും കുറ്റം പറച്ചിലും പരദൂഷണവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ഔദാര്യത്തിൽ ജീവിക്കുന്നത് പോലെയാണ്, അല്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഹെൽപ്പോ കാര്യങ്ങളോ ഒരു ഉപകാരമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുറ്റം പറയാനും കുറവ് പറയാനും, അതങ്ങനെ ചെയ്തു ഇതിങ്ങനെ ചെയ്തു, പിന്നെ എന്തെങ്കിലുമൊക്കെ ലൈഫിലുണ്ടായ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരവസ്ഥയിൽ അവർ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ സഹിതം എടുത്തിട്ട് മോശമാക്കാനോ അങ്ങനെയുള്ള പല രീതിയിൽ ഇവരൊക്കെ ശ്രമിക്കും. അപ്പം ഇത്രയധികം നെഗറ്റീവുകൾ ഉള്ള ഒരു ജീവിതമാണ് ഈ ഒരു പ്രവാസികളുടെ ഭാര്യമാരുടെ ജീവിതം. പ്രവാസികളൊന്നും മനസ്സിലാക്കിയേക്കൊള്ളാം, അവർ ഓരോ ദിവസവും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ പിടിച്ച ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത് നല്ലത്. പറ്റുന്നവരൊക്കെ അവരുടെ കൂടെ കൊണ്ടുപോയി നിർത്തുക, അല്ലേ? അതാണ് ഏറ്റവും വേണ്ടത്. ഇനി അല്ലാത്തവരോട് പറയാനായിട്ട് ഈ ഒരു ലൈഫ് എന്തായാലും ഇങ്ങനെ ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്കങ്ങനെ ജീവിക്കണമെങ്കിൽ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാം, നമ്മുടെ മൈൻഡിനെ കുറേയൊക്കെ നന്നായിട്ട് ബലപ്പെടുത്താം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് നമ്മുടെ മാനസികാവസ്ഥയെ നമ്മുടെ മനസ്സിനെ നന്നായിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ആരെന്നെ എന്ത് പറഞ്ഞാലും ഒരിക്കലും അതെന്നെ ഏൽക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുക, മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക.
ഞാൻ ബോൾഡാണെന്നുള്ളത് എപ്പോഴും പറയുക. എപ്പോഴും ഞാൻ ബോൾഡാണെന്നുള്ളത് ഹൃദയത്തിൽ കൈവച്ച് തന്നെ എപ്പോഴും പറയുക. ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മറുപടി പറയാനായിട്ട് നമുക്ക് ശക്തി ഉണ്ടായിരിക്കണം, അല്ലേ? ഓരോ ദിവസവും ഇങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല. എന്തായാലും ഹസ്ബൻഡ് പുറത്തു പോയി ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലേ? പുറത്തു പോയി നമ്മൾ മക്കൾ ഇവിടെയാണ് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. അല്ലാതെ കരഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്, ചുറ്റിനും അമ്മായിമ്മയുണ്ട്, അമ്മായിപ്പനുണ്ട്, ഹസ്ബൻഡിൻ്റെ പെങ്ങളുണ്ട്, ആരെങ്കിലുമൊക്കെ ചുറ്റിനും ആൾക്കാരുണ്ട്. ഹസ്ബൻഡിൻ്റെ വീടാണ്. അവിടെ ഒരു പെണ്ണിനെ സംബന്ധിച്ചാൽ അവർക്ക് വലിയ ഫ്രീഡം ഒന്നും ഇല്ല. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ ഓരോ സൂയിസൈഡ് ചെയ്ത കാര്യങ്ങൾ അതും ഇതൊക്കെ കാണുന്നതല്ലേ. പ്രവാസിയായിട്ടുള്ളൊരു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഈ പറയുന്ന ഒരു സ്ത്രീക്ക് വലിയ ഫ്രീഡം ഒന്നും കാണത്തില്ല. അവൾ എപ്പോഴും ടെൻഷനിലൂടെ ആയിരിക്കും പോകുന്നത്. അത്ര ഓക്കെ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ഹൗസൊക്കെ കുറവായിരിക്കും. എല്ലാം കൊണ്ട് ഒത്തു കിട്ടുന്നതൊക്കെ ഒരു ഭാഗ്യമെന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലൊക്കെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവനവൻ്റെ കാര്യം ഓപ്പണായിട്ട് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കാര്യങ്ങളിൽ അമിതമായിട്ട് നിങ്ങളുടെ ഫ്രീഡത്തിൽ, അതായത് നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, ഒരു ഡ്രസ്സ് ഇടുന്നത്, ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവരെ ദ്രോഹിക്കുക, നമുക്ക് മാന്യമായ എന്ത് കാര്യവും നമുക്ക് ചെയ്യാം. നമ്മളെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് ഒരാളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മളങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളെ സ്ഥിരമായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കുറ്റവും കുറവൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരത് ശീലിച്ചവരാണ്. അവരൊരിക്കലും അവരുടെ ആ ഒരു ക്യാരക്ടർ മാറ്റാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് നമ്മളെ ഇതൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞു തിരുത്താനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്, അല്ലേ? എല്ലാവരും ചെയ്യുന്ന എല്ലാം ഒന്നും നമുക്ക് സഹിക്കേണ്ട കാര്യമില്ല. ഇതെനിക്കിഷ്ടമല്ല, എന്നോട് ഇങ്ങനെ പറയണ്ട, ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. സോ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ള ഒരു പോളിസി പറയുക. അപ്പോൾ പറഞ്ഞു നിർത്തേണ്ട കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു നിർത്താനായിട്ട് നോക്കുക. ഗട്ട്സാണ് വേണ്ടത്. പ്രവാസിയുടെ ഭാര്യയ്ക്ക് ഗട്ട്സാണ് വേണ്ടത്. അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം, അല്ലേ? നല്ല കോൺഫിഡൻറ്റും നല്ല ഗട്ട്സോടുകൂടിയും ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരാളും ചൊറിയാനും വരില്ല, ഒരാളും കുറ്റം പറയാനും വരുമല്ല, ഒരാളും പരദൂഷണം പറയാനും വരുമല്ല. പിന്നെ ഈ പുറകെ നിൽക്കുന്നതെന്ന് പറയുന്ന ആൾക്കാരോട് പറയാം, ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് പറയട്ടെ, എനിക്കറിയാം മറുപടി എന്താ പറയേണ്ടതെന്നുള്ളത് നിങ്ങളും അങ്ങ് പറഞ്ഞേക്കാം. ഇപ്പം ആരെങ്കിലും ചിലവരുണ്ട് ഒരുമിച്ച് ഒന്ന് കുറ്റം പറയും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ എന്ന് വന്ന് പറയും. ഇവരും കൂടെ കൂടെ ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കാതിരിക്കാൻ നോക്കുക. ഈ ഒരു നെഗറ്റീവ് കമ്മിറ്റികളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താ വേണം, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് എപ്പോഴും വേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുമ്പം നമ്മളെ പോസിറ്റീവ് ആക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ ഡെയിലി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് പറ്റും. എപ്പോഴും ഓൾവേസ് നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അതിനെ റിമൂവ് ചെയ്യേണ്ട അതിന് പറ്റും. പിന്നെ ഒരു മാജിക് പ്രെയർ ഉണ്ട്, അതായത് വോൾഫ് മാജിക് ബിഗിൻ ലവ് എന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. വളരെയധികം മാജിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രെയറാണത്. വോൾഫ് മാജിക് ബിഗിൻ ലവ് എന്നാണ് കേട്ടോ. അതായത് വോൾഫ് നമ്മളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് വോൾഫ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എപ്പോഴും കൂടെ തരും. നമ്മളുടെ പേടി, നമ്മുടെ അകാരണമായ ഭയം, ഇതിനൊക്കെ മാറ്റി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഈ പ്രവാസിയുടെ ഭാര്യ എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ട് വെറുതെ തമാശയ്ക്കല്ല. എനിക്കറിയാം ആ ഒരു വിഭാഗത്തിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം അവർക്കേ അറിയുള്ളൂ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. ഒരു സന്തോഷവും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ഒരു സന്തോഷം, ഒരു വികാരം പോലും ഇല്ലാതെ അതിൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ ഇതൊക്കെ ആരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ പേര് പ്രവാസികളായിട്ടുണ്ട്, നീ മാത്രമാണോ ആദ്യമായിട്ട്, ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ മിക്ക മറുപടികളും കിട്ടുക. അപ്പോൾ പിന്നെ അതിലുപരി ഒരു ഫ്രീഡമില്ല, ഒന്നും ഒരാൾ സംസാരിക്കാനില്ല, ആകെ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്. അവിടെയില്ല, ഇവിടെയില്ല, ഒരിടത്തും ഇല്ലാത്തൊരവസ്ഥയാണ് അവർക്ക്. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോഴൊക്കെ അവർക്ക് പലതരം ട്രോമകളും ഈ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ഇതൊക്കെ അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടൊക്കെ തന്നെ ആണ് പറഞ്ഞത് അവർ പ്രത്യേകം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ട ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പം എന്തുണ്ടെങ്കിലും അതിനൊന്നും നമ്മളെ ഡൗൺ ആക്കാൻ പറ്റില്ല എന്ന് തന്നെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. എപ്പോഴും ബോൾഡായിട്ടിരിക്കുക. മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പഠിക്കുക. ബാക്കിയൊക്കെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ. അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നോക്കുക. അല്ലാതെ എപ്പോഴും കരഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ആ രീതിയിൽ കരഞ്ഞ് തീർക്കാവുന്നുള്ളതേ ഉള്ളൂ. സോ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫിഡൻസ് വേണം, നല്ലൊരു ആറ്റിറ്റ്യൂഡ് വേണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല.
പിന്നെ മുന്നിൽ വരുന്നവരോട് മറുപടി പറഞ്ഞു നിൽക്കാനുള്ള ഒരു ഇത് വേണം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇഷ്ടമല്ല, താല്പര്യമില്ല എന്നുള്ളത് പറയുക. ഒരു ബൗണ്ടറി എപ്പോഴും സെറ്റ് ചെയ്യുക. ആ ബൗണ്ടറിക്ക് ഇപ്പുറം അത് നമ്മളുടേത് മാത്രമായിരിക്കണം. എല്ലാവരെയും ആ ഒരു ബൗണ്ടറിയുടെ അപ്പുറം അങ്ങ് നിർത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.